എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. ആരെങ്കിലും ആ മുഖത്തേക്ക് കൊടുന്ന് വെക്കാം. കാരണം എല്ലാവരും ഒരു സൈഡ് മാത്രം കാണുള്ളൂ. വെച്ചില്ലേ? ആ ചോദിച്ചു. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അത് ഇതിൽ പ്രധാനപ്പെട്ട ഇതിനകത്ത് മർമ്മപ്രധാനമായിട്ടുള്ള സീനുകളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നത് ചിലപ്പോൾ ആ സിനിമയുടെ ആസ്വാദനത്തിന്, അതായത് അത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്നുള്ളത് പോലെ തന്നെ ആ സിനിമ കാണാത്ത ബാക്കിയുള്ള പ്രേക്ഷകരോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് മാന്യമായ രീതി. അതിന് മുൻകരുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ തിയേറ്ററിലും പോയിട്ട് നമുക്ക് ആരൊക്കെ മൊബൈൽ എടുക്കുന്നുണ്ട് നോക്കി ഇരിക്കാൻ പറ്റും? എത്രയോ പേരല്ലേ സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററിൽ വരുന്നത്? അത് സ്വയം തോന്നി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും അതിന്റെ ന്യായം. പക്ഷെ കാലങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഫസ്റ്റ് റിലീസിന് ശേഷം ഇതിന്റെ ഒരു കോപ്പീസ് എന്താണ് സൈറ്റിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ്? കാലങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട്, കാലങ്ങളായിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ അത് മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നവർ തന്നെ വിചാരിക്കണം. നമ്മളെ സൈബർ ലോ ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. നമുക്കങ്ങനെ നമുക്ക് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇത് ഇപ്പം എന്ന് പറഞ്ഞാലൊരു സിനിമ അങ്ങനെ എനിക്ക് ഇപ്പം ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനത്തെ പ്രിന്റുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നമുക്ക് OTT ഉണ്ട്, തിയേറ്ററിൽ കാണാം. ലീഗലി നമുക്ക് അതിനെ കാണാനുള്ള സാഹചര്യങ്ങളുണ്ട്. ക്യാമറ പ്രിന്റിൽ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് OTT-യുടെയൊക്കെ പല സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ 5-6 OTT-യൊക്കെ സിം എടുക്കുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? അത് കാണാൻ ആളുകളുള്ളതുകൊണ്ടായിരിക്കും ഇത് ആരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അത് കാണണ്ടെന്നും നമ്മളും ഇടുന്നവരും ഇടണ്ടെന്നും തീരുമാനിച്ചാൽ മാത്രമേ ഇത് തീരുള്ളൂ. അത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിതിൽ വിക്ടിംസ് ആണ്. നിങ്ങളാണ് പറയേണ്ടത്. എഴുത്തുകാരനോടാണ് ചിരിച്ചത്. കടുവ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സീൻ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കുമോ സിനിമയിൽ? അല്ല, ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം, ഒരുപാട് ഫിൽറ്ററിങ്ങിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു 6-7 മീഡിയാസിലും ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. ഇവിടുത്തെ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കുകയുണ്ടായി. ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരമൊരു ആംഗിളിൽ ആ ഡയലോഗിനെയോ സീനിനെയോ കണ്ടിട്ടോ ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ഇത് കുറച്ച് ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്ന അത്തരമൊരു സാഹചര്യത്തിൽ പെടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം അത് മനസ്സിലാവുള്ളൂ. അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിൻ്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത്. നമ്മൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഡിസ്റ്റായിട്ടുള്ള ഒരാളുമല്ല. സിനിമയുടെ സംവിധായകൻ ഷാജി കൈലാസോ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല. അപ്പം പക്ഷേ നമുക്കതിനെക്കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത, അത്തരമൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ 1 മിനിറ്റ് മുമ്പ് 1 മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്ത് എഴുതുന്ന ഒരാളല്ല. ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോബി ബ്രോയോ ഒക്കെ 7-8 തവണ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജാണ്. അതെയോ അടുത്ത ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജെനുവനാണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും. പിന്നെ ഞാൻ എഴുതുന്ന സമയത്തും ബോധപൂർവമായിട്ട് അത്തരം ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ അതന്ന് അങ്ങനെ കുറച്ച് ആളുകൾക്കത് വിഷമം ഉണ്ടാക്കി ആ മൊമെൻറ്റിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ കഴിഞ്ഞു. എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാകുമെന്നോ ഞാനത് ചിന്തിച്ചിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരും വിചാരിക്കണ്ട. അത്തരം പേടികളുണ്ടോ? ഇനി എഴുത്തിൽ അത്തരം പേടികളുണ്ടായിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2 വർഷം മുമ്പ് ഇറങ്ങിയൊരു സിനിമ, ആ സിനിമയിൽ ഇങ്ങനെ മനഃപൂർവ്വം അല്ലാതൊരു തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അത് നിരുപാധികം മാപ്പ് ചോദിക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നിടുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും
കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചതിൽ ഒരു സുഖം കിട്ടി അല്ലേ? ഒരു കണ്ടന്റ് കിട്ടിയില്ലേ? തെറ്റേറ്റ് പറഞ്ഞ് എഴുതുകാരൻ, ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകാരൻ. അല്ല, അങ്ങനെയാണ് കണ്ടന്റിൽ വാർത്ത വരാം, മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ വരാം. ഒരു സുഖം കിട്ടിയില്ലേ? കണ്ടപ്പോ പ്രതീക്ഷിച്ചിരുന്നു, എന്തായാലും ഞാൻ പുറത്തു വെച്ച് കണ്ടില്ല, ഓർമ്മയില്ല. കൊള്ളാം, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ടോവിനോയ്ക്ക് ഇത്തരം പേടിയുണ്ടോ? ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ? എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ആ മുഖത്തേക്കും കൊടുന്ന് വെക്കാം. കാരണം വെച്ചാൽ എല്ലാവരും ഒരു സൈഡ് മാത്രം കാണുള്ളൂ. വെച്ചില്ലേ? ആ, ചോദിച്ചു. അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഞാനൊരു പടത്തിൽ ഗില്ലന്വേഷണം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തികെട്ടവനാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഡയലോഗുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവ് ആയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റാൻ നോക്കിയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ല, ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ നിർത്തിയത്, ഞാൻ എന്ന് നിർത്തി? നിങ്ങളെ കാണാൻ കിടക്കടയിലേ ഉള്ളൂ, നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞിട്ട് അത് മാറ്റണം. ആ, അപ്പൊ ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നാളെ തന്നെ വേണോ? എടുത്ത് ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്റ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. Okay, thank you. Last two questions.